എന്താ കാര്യം? തൊടുന്നേ ഈ 100 മോന്റെ ഒരു കാര്യം. ഇതാ കിട്ടുക. ഹാജിയാരില്ലേ? നിങ്ങളാരാ? എന്താ കാര്യം? എന്റെ പേര് കുഞ്ഞാലി. എന്റെ അനിയനെ പോലീസുകാർ കൊണ്ടുപോയി. ഹാജിയാരോട് പറഞ്ഞു ഓനെ വിടിയിക്കാനാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഹാജിയാറുണ്ടല്ല, വകയിൽ എൻ്റെ ഒരു മാമയാണ്. പിന്നെ മാമാക്ക് പോലീസിലല്ല പണി, പക്ഷെ പോലീസിനിട്ട് മാമ പണിയും. അത്ര കരിച്ചോണ്ട് മാമാക്ക് പോലീസുകാരോട്. അതുകൊണ്ട് നിങ്ങൾ നിന്ന് വെറുതെ നേരം മെനക്കെടുത്താണ്ട് കുഞ്ഞാളി വിട്ടാളി. പോയിക്കോ. അല്ലോ അങ്ങനെ പറയല്ലേ, ഹാജിയാര് പറഞ്ഞിട്ടാ എന്റെ അനിയനെ പോലീസ് പിടിച്ചത്. ആഹാ, എന്നാ പിന്നെ ഇനി ഇവിടെ നിക്കണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് പള്ളിയിലോട്ട് വിട്ടോ. കബറ് വെട്ടാനുള്ള ഏർപ്പാട് ചെയ്തോ. ഹലോ, ഓന്റെ കാര്യം പോക്ക. എന്താണ്ടാ ബാപ്പു? ഇയാളാ നീ എന്നെ ഞാൻ പറഞ്ഞിട്ട് ആചാര്യ പോലീസ് പിടിച്ചിട്ട് പോയിന്ന്. പിച്ചും പേയും പറയാതെ ഓപ്പുറത്ത്. പടച്ചോനെ ഓർത്ത് ആചാര്യ പൊറുക്കണം. പടച്ചോനെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. അതിന് എന്റെ ശുപാർശ വേണ്ട. പിന്നെ പൊറുക്കണ കാര്യം, അസ്നാജിയോട് മുട്ടാൻ വന്നവരോട് അസ്നാജി പൊറത്തിട്ടില്ല, ഓനെ പൊറപ്പിച്ചിട്ടില്ല. നീ പോ. ഹാജിയാരെ കുറിച്ച് വേണ്ടാതിനെഴുതി മതിലേൽ ഒട്ടിച്ചത് ഓനല്ല, അത് പോലീസ് തെളിയിച്ചോളും. ഓൻ അവരുടെ കയ്യിൽപ്പെട്ടത് അന്റെയും കുടുംബത്തിന്റെയും ഭാഗ്യം. അല്ലാർന്നെങ്കിൽ എന്റെ ചവിട്ടേറ്റ് ഓൻ ചോര തുപ്പി മയ്യത്തായനെ നായിന്റെ മോൻ. നീ ഇവിടെ നിന്ന് മോങ്ങിയ അനക്കം കിട്ടും ചവിട്ട്. പോയിക്കോമ്പീന്ന്. ബാപ്പു. എന്താ മാമ? എന്താ അമ്മ? ഇതുപോലുള്ള ബലാമുസീബത്തുകളൊക്കെ വരുമ്പോ ഞമ്മളില്ലാന്ന് പറഞ്ഞ് ഒഴിവാക്കാണ്ട് വിശേഷം പറഞ്ഞ് സൽക്കരിക്കാൻ വേണ്ടത്. ചെള്ളക്കിട്ടൊന്നും തന്നാലില്ല. ഇന്നിനിയിപ്പൊ നോമ്പ് പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പള്ള പുള്ളാക്കിയിട്ട് ആചാര്യം നല്ല ചീത്ത കേട്ടല്ല. എല്ലാത്തിനും കാരണം ആ പോണ ബലാല് കാക്കയാണ്. ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ല. എടോ കാക്ക, തന്നെ ഇവിടെ നിക്കണോ? ആചാര സ്വഭാവം അറിയാലോ, ഒരു മൊഷടനാ. അതെ, ഇനി ഒറ്റ മാർഗമുള്ളൂ. മാമാന്റെ ഒരു പെങ്ങളുണ്ട്, റൗലത്ത് ബീവി. മാമാന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ അധികാരമുള്ള ലോകത്തെ ഏക പടപ്പ. അവര് പറഞ്ഞ മാമ അനുസരിക്കും. നിങ്ങള് അവരടുത്ത് നിന്ന് സംസാരിച്ചു, ചിലപ്പോ നടക്കും. നിങ്ങൾ സംസാരിച്ചു ചെല്ല്. എന്താമായി? അവിടെ മുനീറുണ്ട്. കണക്ക് ചോദ്യം തുടങ്ങി. പാവ എന്റെ മോൻ. ഓപ്പറേഷന് 10,000 ഉറുപ്പ്യ കൊടുക്ക്. നീ അത്രയ്ക്ക് സുജായിയാണ്ട. കായില്ലെങ്കിൽ പറ്റാളൊന്ന് ആശുപത്രി പോണ്ടാന്ന്. മയ്യത്താട്ടെ, അതിനനക്കെന്താ? ഇനി ഇച്ചയില് കണക്കെന്റെ മുമ്പിൽ കാണരുത്. പോയിക്കോ.
മോളെ സമീനെ, നീയേ വരണ വഴിക്കേ കരയെടുത്ത് കയറി മുനീറിനെ ഒന്ന് കാണണം. ഈ ഈയിടെയായിട്ട് മുനീറിനെ കാണാൻ കൂട്ടാക്കാറില്ലെന്ന് കേട്ടല്ലോ. ഓ, ജുമൈലാത്താത്ത പറഞ്ഞു കാണും. അവർക്ക് ഇത്തിരി പരിദൂഷണം കൂടുന്നുണ്ട്. പൊടി എവിടുന്ന്? മുനീർ ആരാ എന്റെ വിചാരം? ഹസൻ മാമയുടെ മോൻ അല്ലടി, കോടീശ്വരനാ, കോടീശ്വരൻ. മുനീറിന്റെ ബീവിയായാൽ പിന്നെ ആ കോടികളുടെ അവകാശി ആരാ? എന്റെ മോളാ. നിങ്ങൾ തമ്മിൽ എപ്പോഴും കാണാനും അടുക്കാനും വേണ്ടിയിട്ടാ ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ ഉമ്മ മുനീർക്കാക്ക് നല്ല ചൊകാന്ന് മൊഞ്ചുള്ള പെൺകുട്ടികളെ കിട്ടും. എന്റെ മോള് ഒരു ഹൂറിയല്ലേ? അതൊന്നും അല്ലുമ്മ. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മയെ പഠിപ്പിക്കാൻ നീ നിക്കല്ലേ. അന്റെ പുയ്യാപ്പിള മുനീർ തന്നെ, അത് ഉമ്മ ഓർപ്പിച്ചിട്ടുണ്ട്. അതല്ല അന്റെ മനസ്സിൽ വേറെ ഉദ്ദേശിക്കുന്നെങ്കിൽ തേച്ചു മാറ്റി കളഞ്ഞേക്കണം. ഉമ്മയാരാ നിനക്ക് ശരിക്കറിഞ്ഞുകൂടാ. മോളെ, മുനീറിനെ മോളെ എപ്പോഴും കാണണം. ഓന്റെ കൽബില് ഒരു റേഹാൻ പൂ പോലെ പൂത്തു വിടരണം. എന്തൊക്കെയാണ് രാവിലെ തോച്ചുമ വിശേഷം? ഈ ഇത്ര ബൈക്കേ എന്റെ കായ എവിടെ? 25 ഉണ്ട്. പോരെങ്കിൽ മുനീറിനെ വിളിച്ച് പറഞ്ഞാ മതി, കൊണ്ടുവരും. മുനീർ എന്തിയാടാ? നീയാണ് ഓനെ ഹലാക്കാക്കുന്നത്. ഞമ്മൾ എന്ത് ചെയ്തു കൊച്ചുമ്മ? ഇടയ്ക്കും തലയ്ക്ക് ഓൻ ഇവിടെ വന്നോണ്ടിരുന്നതാ. റൗലത്തമ്മയെന്ന് പറഞ്ഞ ഓന് ജീവനായിരുന്നു. ഓരോന്ന് പറഞ്ഞ് ഓന്റെ മനസ്സ് ധരിച്ചത് നീയല്ലേടാ. ഞമ്മളാ? ശത്രുക്കൾ ആരെങ്കിലും ആ ദർവേശനെ കൊണ്ട് കൂടുപത്രം ജയിച്ചിട്ട് ഓന്റെ മനസ്സ് മാറ്റിയായിരിക്കും കൊച്ചുമ്മ. ഹിമാറേ, ഞമ്മളെ മക്കാറാക്കാൻ നോക്കുന്നോടാ. വേണ്ട പാപ്പുട്ടി, ദർവേശനോട് കളി വേണ്ട. ദർവേശ് ആരാ? ദുനിയാവിന്റെ ഹോജരാജാവാ. അതേടാ, ദുനിയാവിന്റെ മാത്രമല്ല, ഞമ്മടെ കൽബിന്റെ ചരടും ദർവേശന്റെ ഉള്ളം കയ്യില. ഈ എന്ന് ചെന്ന് കാണ്. ബെറ്റിലിരിക്കുന്ന 5-6 തുള്ളി മഷി, അതിലേക്കൊന്ന് നോക്കിയാൽ ദുനിയാവ് മാത്രമല്ല, മഗ്രിബ് മശ്രിബ് ഇടയിലുള്ള സകലതും കാണാം. ദർവേശ് വിരലി ഞൊട്ടിയാൽ കാറ്റടിക്കും. ദർവേശ് വിരലി ചൂണ്ടിയാൽ കാറ്റടങ്ങും. കാറ്റടങ്ങും. എന്നിട്ട് എന്താണ് പറപറാന്ന് വന്ന മൂപ്പരുടെ കാറ്റടക്കാൻ മൂപ്പർക്ക് പറ്റാത്തത്? വേണ്ടാത്ത പയക്കം പറഞ്ഞേ അന്റെ ഖബർ ഈ എന്നെ കുഴിക്കണ്ട. അന്റെ കളിപ്പയത്തിലല്ല ദർവേശ്, ചുട്ട കോഴിയെ കൊണ്ടേ മുട്ടയിടിക്കുന്ന വലിയ ഷെയ്ഖാണ്. ശരിക്കും റബ്ബേ, നീ തന്നെ സാക്ഷി. തൊട്ടടുത്ത ബന്ധുവാണ് മരണം ചെയ്തിരിക്കുന്നത്. കുറച്ച് കടുപ്പം കൂടിയത് തന്നെ, അതാണ് ഇത്ര ഇടങ്ങേറ്. വൈകിയാണെങ്കിലും ഈ മജ്ലിസിൽ വന്നത് നന്നായി. ദർവേശിനെ കൊണ്ട് തകർക്കാൻ പറ്റാത്ത ഒരു മാരണവും ഈ ദുനിയാവിലില്ല. ഒരേന്റെ 4 മൂലയിലും ഒരേന്ന് കുഴിച്ചിടണം. ഒന്ന് മോളുടെ കൈത്തണ്ടയിലും കെട്ടണം. ഇത് നാളെ സുബൈക്ക് ശേഷം പാലിലടിച്ചു കൊടുക്കണം. വാലൈക്കും അസ്സലാം. ശലിമ, മര്യാദക്ക് മരുന്ന് കഴിച്ചോ?
ഉമ്മാക്ക് ടെൻഷൻ തുടങ്ങി. ഇത്താത്ത ഇപ്പൊ വരും ഉമ്മ, ഇന്നലെ ഇതിലും വൈകിയില്ലേ. എന്നാലും ഒന്ന് എന്ന് നോക്കുമോനെ. ചിരിക്കല്ലേ ഉസ്ന, എന്റെ കൺട്രോൾ തെറ്റണ. ഞാനൊരു ഉമ്മ തരട്ടെ? ആ പൂതി മനസ്സിൽ വെച്ചേക്ക്. ഓ, അസ്നാജിയുടെ മോനല്ലേ, അതോ അതിലപ്പുറം തോന്നും. പിന്നെ എന്റെ ബാപ്പാക്ക് കണ്ട പെണ്ണുങ്ങൾ ഉമ്മ വെച്ച് കളിക്കലല്ലേ പണി. ഓടിയോളൂ. ഓ, ബാപ്പാനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ പിടിക്കൂല. എന്നാലോട്ട് ബാപ്പാനോട് നേരെ ചൊവ്വ മിണ്ടിയല്ല. ഇതെന്തൊരു സ്വഭാവം മുനീറേ. അതെ, നീ എന്റെ ബീവിയായി വീട്ടിൽ വരുമ്പോ അത് മനസ്സിലാവും ഹസനാജി ആരാണെന്ന്. മുമ്പിൽ എങ്ങനെ ചെന്ന് പെട്ടാലേ നീ വിറയ്ക്കും. ബാപ്പമാരായാൽ ഇങ്ങനെ തന്നെ വേണമെന്ന് നീ പറയും. എനിക്കും ഉണ്ടായിരുന്നു മുനീറ ഒരു ബാപ്പ. ഞങ്ങളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ബാപ്പ. എപ്പോഴും ഒരുപാട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് കൊതി തീരാത്ത പോലെ. ഇത്ര വേഗം പോകാനായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോറി ഉസ്ന, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സോറി. ഞാൻ ഇങ്ങനെയാ, എപ്പോഴും ബാപ്പാന്റെ കാര്യം പറയുമ്പോ കരിയും. നിക്ക് മനസ്സൂരവിടെ എന്താ ബാലുമ്പ തീ പിടിച്ച മാതിരി ഓടണ? അലിയാരിക്കയുടെ മൊബൈലൊന്ന് തന്നെ. ഉസ്നുത്താത്തനെ ഇതുവരെ കണ്ടില്ല, ഒന്ന് അന്വേഷിക്കാനാ. അതിന് ഉസ്നാന്റെ മൊബൈൽ ഉണ്ടാ? പിന്നെ ആരെ വിളിക്കാനാ? പടച്ചോനെ നമ്പർ നമ്മൾ ഫീഡ് ചെയ്തിട്ടില്ല. തമാശക്കല്ലേ, അല്ലാണ്ട് തമാശ എനിക്ക് താങ്ങാൻ പറ്റില്ലട്ടാ, പറഞ്ഞേക്കാം. എന്നാ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം? തീരുമാനിച്ചിട്ടില്ല. അതൊന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം ബാപ്പാനോട് പറയാൻ. നടന്നത് തന്നെ. ബാപ്പാന്റെ മുന്നിൽ ചെന്ന മുട്ടുപറിക്കണ ആളാ പ്രേമക്കാര്യം പറയാൻ പോണത്. അത് കറക്റ്റ്. പക്ഷെ റൗലത്തമ്മയുടെ കാര്യം നീ മറന്നോ? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മായി ഓക്കെ, അമ്മായി എന്ത് പറഞ്ഞാലും ബാപ്പ ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യവും ഡബിൾ ഓക്കെ. സെല്ല് ചലിച്ചു സത്യം. ആ മൻസൂറേ, ഓ ഇപ്പൊ വിട്ടേക്കാം മൻസൂറേ. ഓ ശരി നീ വെക്ക്. ഞാൻ പോട്ടെ. ഏയ് നിക്ക്, ഞാൻ വണ്ടി കൊണ്ട് വിട്ടേക്കാം. നാട്ടുകാരെ മുഹബത്ത് അറിയിക്കണ്ട, നിക്കാഹ് അറിയിച്ച മതിയില്ലേ. ഓ അങ്ങനെ. ഹലോ. ഇലാഹി, ഇതാര് മുനീർക്കയോ? അതെ. അല്ല എന്താടി ഒരു അന്താളിപ്പ്? അമ്പാനിയേക്കാൾ തിരക്കുള്ള ബിസിനസ്മാൻ അല്ലേ, കാണാൻ ഒത്തല്ലോ എന്ന് വിചാരിച്ച് അന്താളിച്ചതാണേ. കൊള്ളാലോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? നീ പണ്ടേ സുന്ദരിയല്ലേ. താങ്ക് യു. ഇനി ഇത് മാറ്റി പറയരുത്. അതില്ല, പക്ഷെ നീ മേക്കപ്പ് ഇല്ലാണ്ട് എന്റെ മുന്നിൽ വരരുത്. ഒന്ന് പോന്ന്. പോയി നന്നായി പോയി. അല്ല, എന്നെ എന്റെ വീട്ടിൽ കൊണ്ട് വിട്. കൽപ്പന പോലെ മാഡം. നിലാവ് നിൻ പൂങ്കവിളിൽ ആ ആ ആ നിലാവ് നിൻ പൂങ്കവിളിൽ പൂവിതൾ കരിമിഴിയിൽ കൽവിലോ തേനിശലും. നിലാവ് നിൻ പൂങ്കവിളിൽ പൂവിതൾ കരിമിഴിയിൽ കൽവിലോ തേനിശലും. വാനം പാടി നീ എന്റേതല്ലേ, എന്നും എന്നും നീ എന്റേതല്ലേ.
പൂവാണ് പുള്ളിമാനാണ് നീയൻ തുള്ളും ഇളമാൻ കിടാവാണ് മുത്താണ് തൂവൻ മുത്താണ് ആ ചെഞ്ചുണ്ട് വിടരുമ്പോൾ മുത്താണ് അനുരാഗത്തേരിൽ ഷഹനായി മീട്ടി നീ പോരു കണ്ണാളേ നിന്നെ പുൽകാൻ നിൽപ്പൂ ഞാൻ തുടിതുള്ളും മനമോടെ നിലാവ് നിൻ പൂങ്കവിളിൽ പൂവിതൾ കരിമിഴിയിൽ കൽവിലോ തേനിശലും വാനം പാടി നീ എന്റേതല്ലേ എന്നും എന്നും നീ എന്റേതല്ലേ താരങ്ങൾ മിന്നും താരങ്ങൾ നമ്മെ ഒളി കണ്ണാൽ നോക്കുന്ന നേരത്ത് ആരാവാം ചെറുചിരിയോടെ കളിവാക്കോതി ചുറ്റും കറങ്ങുന്നു ഓലവാലൻ കിളിയോ ഓമനത്തൈ കാറ്റോ തേനൂറും പൂക്കളാണോ അരുമക്കയ്യാൽ തഴുകുന്നു കനിവിൽ നാമലിയുന്നു നിലാവ് നിൻ പൂങ്കവിളിൽ പൂവിതൾ കരിമിഴിയിൽ കൽവിലോ തേനിശലും വാനം പാടി നീ എന്റേതല്ലേ എന്നും എന്നും PSCയിൽ അഴിമതി മൊബൈൽ ഫോണിലൂടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതി 5 പേർ അറസ്റ്റിൽ. ഇവരൊക്കെ പോലീസിൽ കയറിയ സബ് ഇൻസ്പെക്ടർ എന്ന് വിളിക്കൂ അതോ മൊബൈൽ ഇൻസ്പെക്ടർ എന്ന് വിളിക്കൂ? 2G എന്താണ് ഇവന്മാരെ എഴുതി വെച്ചിരുന്നത്? ശരിക്കും വായിക്കാൻ പറ്റണല്ലോ. 2G സ്പെക്ട്രം അഴിമതി. അന്വേഷണം പുരോഗമിക്കുന്നു. ലാവ്ലിൻ അഴിമതി പാർട്ടി 2 തട്ടിൽ. എവിടെ നോക്കിയാലും അഴിമതി തന്നെ. ഹസനാജി ഒരു പൊട്ടനായിരുന്നെങ്കിൽ എനിക്ക് നടത്തായിരുന്നു ഒരു അഴിമതി. 2G ഇല്ലെങ്കിൽ ഒരു ½ G എങ്കിലും. ഒന്ന കുട്ടിത്തവാ. ഒന്നീ തൊട്ടെ. വേണ്ട, ഇടിക്കാനല്ലേ. അത് ഇതി തൊട്ടിട്ടല്ലേ? അപ്പൊ ഇതി തൊട്ടല്ല. തൊട്ട് നോക്ക്. വേണ്ടടാ. തൊട്. വേണ്ടടാ. തൊട്. അടി തൊട്ട ഇതാ കിട്ടുക. കാണിച്ചു തരാളെ കുട്ടി പിശാചേ. നാണോ ഇല്ലല്ലടാ ഈ കുഞ്ഞിനോട് വഴക്കടിക്കാൻ. കുഞ്ഞാ? ആ കുട്ടി ചെയ്താനാ ഓൻ കാഞ്ഞ സാധന. അല്ല, ഞമ്മളെ സമയദോഷം കാണാൻ പോണോനും പന്നോനും ഒക്കെ ഞമ്മളെ മെക്കിട്ടും വെറുതെ അങ്ങോട്ട് കേറി. ഇതെന്തടങ്ങിയറാണ്? ഒരു സുഖവും ഇല്ല മുനീറെ. സുഖമുണ്ടാവാൻ 2 വിദ്യ ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്? നീ എല്ലാ ദിവസവും ദുആ ചെയ്താ നിനക്ക് സുഖം കിട്ടും. അപ്പൊ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് നീ എല്ലാ ദിവസവും കുളിച്ചാൽ മറ്റുള്ളവർക്ക് സുഖം കിട്ടും. അത് ശരി. ഒന്ന് പോയി കുളിക്കട ഇബ്ലീസേ. ഓഹോ, അപ്പൊ ഞമ്മളെ കുളിപ്പിച്ച് മൂക്കി പഞ്ഞി വെച്ച് കിടത്താനുള്ള പരിപാടിയാണ്. നല്ല ആളോടാണ് ഉപദേശം ചോദിച്ചത്. ആമിന, ചക്കരക്കുന്നേൽ മൊയ്തുണ്ണി ഹാജിയെ ഈ അറിയില്ലേ? വലിയ ഇജ്ജത്തി കഴിയുന്ന ആളാ. ഹാജിക്കൊരു മോളുണ്ട്, മൊഞ്ചത്തിയാ. ഓളും മുനീറുമായിട്ടുള്ള നിക്കാഹ് നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ച്. നാളെ കഴിഞ്ഞ് ഞമ്മക്ക് അവിടം വരെ ഒന്ന് പോണം. ഒരു ചടങ്ങ്. നിക്കാഹ് വേഗം നടത്തണമെന്നാണ് ഓരോ അഭിപ്രായം.
മോനോടൊന്ന് ചോദിച്ചിട്ട് ഉറപ്പിച്ചാ പോരെ? എന്തിന്? അതല്ല നമ്മൾ ചലക്കാണ്ട് പൊക്കവിടുന്ന്. നീ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തു ഹുസ്ന. എന്തിന്? ബാപ്പാനെ അനുസരിച്ചത് നന്നായി മുനീറെ. ഇല്ലായിരുന്നെങ്കില് ബാപ്പ എന്തുമാത്രം വേദനിച്ചേന്. ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം മകൻ ബാപ്പയെ ധിക്കരിച്ച് സംസാരിച്ചാൽ ഏത് ബാപ്പയാണ് മുനീറെ സഹിക്കുന്നത്? എന്താണ്ട മുനീറെ മൊബൈൽ സ്വിച്ച് ഓഫ്? ഓ, അല്പം സ്വസ്ഥത വേണമെന്ന് തോന്നി ഓഫ് ചെയ്ത്. ഇതാണ് ഇവന്റെ കുഴപ്പം. മൊബൈലിൽ വിളിച്ച് കുറച്ച് സ്വസ്ഥത സെൻഡ് ചെയ്യാന്ന് വെച്ചപ്പോഴാ അത് ഓഫ്. ഇവൻ ശരിയാവൂല. നീ മിസ് കോൾ ഇട്ട് കളിക്കാതെ കാര്യം പറ ബാപ്പുട്ടി. മുനീറെ എന്റെ കല്യാണം മുടക്കി. മുടക്കിയോ? ആര്? റൗലത്ത് കൊച്ചുമ്മ. അവര് വന്ന് മാമാനോട് എന്തൊക്കെയാ കുശൂഷിത്തു. അപ്പ തന്നെ മാമ മൊയ്തുണ്ണിയാനെ വിളിച്ചു പറഞ്ഞ് കല്യാണം നടക്കൂലെന്ന് തീർത്ത് പറഞ്ഞു. എടാ നേരാണ്ട, റബ്ബിനെ തന്നെയാണ് നേരാണ്. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞില്ല ഹുസ്ന, റൗലത്ത് അമ്മായിക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ പറഞ്ഞൂടാ ബുദ്ധൂസേ. അതേടാ, കൊമ്പനാനക്ക് തന്നെ നീ ഷഡ്ഡി ഇടിക്കണം. ക്ഷമിക്കടാ, വലിയൊരു ആഗ്രഹം സാധിച്ചതിലുള്ള ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാടാ. എടാ മോനെ, നിന്റെ ആഗ്രഹം സാധിച്ചു. എന്നാണാവോ എന്റെ ആഗ്രഹം നടക്കുക? അല്ല മുനീറെ, ഈ ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വളരെ സിമ്പിളാ. നോക്ക്, നിനക്ക് ഗ്ലാമർ വേണം എന്നുള്ളത് ആഗ്രഹം. നിനക്ക് എന്റെ അത്രയും ഗ്ലാമർ വേണമെന്നുള്ളത് അത്യാഗ്രഹം. അല്ലോ അലിയായിരിക്കാം. അല്ലുസന ഇജ്ജെന്തവിടെ? ആരെ ഇവര്? ഇത് ബാപ്പുട്ടി. അല്ല, ഇത് ബാപ്പുട്ടി, ഇത് മുനീർ. കരയെടുത്ത് അസനാജീന്റെ. അതെ, അസനാജീനെ ഞമ്മക്കറിയാം. പാവങ്ങളോട് മൂപ്പലാന് ഭയങ്കര വെറുപ്പാ. ഞങ്ങളൊക്കെ പാവങ്ങളാ മോനെ. ബാപ്പയില്ലാത്ത എത്തിയും കുട്ടിയാണ് ഹുസ്ന. സംശയിക്കണ്ട അലിയായിരിക്ക, ഞാൻ നിക്കാഹ് കഴിക്കണ്ടെങ്കിൽ അത് ഈ ഹുസ്നെ തന്നെ ആയിരിക്കും. ഹുസ്നെ തന്നെ ആയിരിക്കും. പഠിച്ചോ ഹയറാക്കട്ടെ. ഹുസ്നാമോക്ക് പറ്റിയ പുയ്യാപ്പള. ഇപ്പോഴല്ലേ ആളെ പിടികിട്ടി? കബർ വെട്ടി അലിയാരല്ലേ? കബർ വെട്ടി. അതെ, കബർ വെട്ടി. 1000 കബർ നമ്മൾ വെട്ടിയിട്ടുണ്ട്. അനക്കും വെട്ടിത്തരട്ടെ? വേണമെങ്കിൽ ഒരെണ്ണം ഇവിടെ വെട്ടിത്തരാ. എങ്ങോട്ടാ? ഞമ്മള് ചന്തയിലൊക്കെ മോളെ. ചന്തയാണില്ലേ? ചന്ത കൊണ്ടാക്കടാ. രക്ഷപ്പെട്ടു. നമ്മുടെ അറിവിലെ ഏറ്റവും നല്ല കുട്ടിയാണ് ഹുസ്ന. എന്റെ മോളായിട്ട് ചങ്ങാത്തം കൂടുതലേ. മോളുണ്ടോ? കാണാൻ എങ്ങനെയാണ്? എന്റെ മോളായിട്ട് പറയണതല്ല, നല്ല മാതളം പോലെ ചൊകാന്നാണ്. മൊഞ്ചിന്റെ കാര്യത്തിൽ ഹുസ്ന പോലും പുറകിലാണ്. കല്യാണം കഴിഞ്ഞാണോ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇക്കാക്ക് സമ്മതമാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നിക്കാഹ് ചെയ്തോളാം. നമ്മളെ ഗ്ലാമറും നോക്കണ്ട. സമ്മതക്കുറവൊന്നുമില്ല മോനെ. പക്ഷേ എങ്കിൽ ഇടിപിടിയൊന്നും നടക്കൂല. കുറച്ച് താമസം വരും. നോ പ്രോബ്ലം, ഞാൻ വെയിറ്റ് ചെയ്യാം. 1 month, 1 വർഷം പോരാ. 10-13 കൊല്ലമെങ്കിലും വേണ്ടി വരും. 13 കൊല്ലം? എന്നാലേ ഓക്ക് 18 വയസ്സ് തികയുള്ളൂ. തമാശ. ഈ കണക്കിന് നിങ്ങൾ പെട്ടെന്ന് കബറിലെ മയ്യത്ത് എണീറ്റ് എന്ന് ചിരിച്ചിരിച്ച് പിന്നെ മരിക്കും. അയ്യേ, ഹലോ, വന്ന് വണ്ടി കയറി. നമ്മുടെ ഒരു മരുമോൻ. പടച്ചോനെ, പയ്യെ പോയാ മതിയേട്ടാ. അങ്ങനെ പൊക്കോട്ടെ. അവരിവിടെ പോയാവോ?
അമ്മായി ആഹാ, എത്ര നാളായി മോനെ നിന്നെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. വാ, അകത്തോട്ടിരിക്കാം. സമീനില്ല അമ്മായി? ഇല്ല, കോളേജിൽ പോയിരിക്കുക. ഓ, ഞാൻ വന്നത് ബാപ്പാന്റെ അടുത്ത് അമ്മായിനെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിക്കാനാണ്. എന്താ മോനെ? അത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവം കുട്ടിയാണ് അമ്മായി. പേര് ഹുസ്ന. ആര്? പേരെന്താ പറഞ്ഞ? ഹുസ്ന. ഹുസ്ന ഫാത്തിമ. സ്വത്തും സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും നല്ല സ്വഭാവമാണ് അമ്മായി. അമ്മായി ബാപ്പാനോട് പറഞ്ഞ് ഒന്ന് നടത്തി തരണം. എന്താ മുനീറ ഈ പറയണത്? കരടുത്ത ഹസനാജി പറഞ്ഞ ആരെന്ന നിന്റെ വിചാരം? ഹസനാജിയുടെ നിലയും വില നിനക്കറിയോ? ആ ഹസനാജിന്റെ മോൻ ഒരു ഫക്കീർ പെണ്ണെ നിക്കാൻ കഴിക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല മുനീറെ, സമ്മതിക്കില്ല. തൊണ്ടക്കീഴ് റൂ കൊള്ളോടത്തോളം കാലം എന്റെ വാപ്പ അതിന് സമ്മതിക്കൂല. അമ്മായി പറഞ്ഞാൽ ഞമ്മളെ ആട്ടി പുറത്താക്കും. വെറുതെ ഞമ്മള് തമ്മിലുള്ള അടുപ്പേ നീ ആയിട്ട് ബഹറി താക്കണ്ട മുനീറെ. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് കഴിയൂല. മുനീറിന്റെ ബീവിയായി എന്റെ മോള് കഴിയണത് കിനാവ് കണ്ട് എണേക്കത്ത് ഒറ്റ ദിവസം പോലുമില്ല. കിയാപത്ത് നല്ല ദുനിയാവ് പോലെ എല്ലാം തകർന്നില്ലേ ദർവേശേ? ബേജാറാവണ്ട റൗലത്തെ. ആ ചെറുക്കന്റെ കൽബിൽ കയറിയ പെണ്ണിനെ ഓടിക്കണം, അത്രയല്ലേ വേണ്ടൂ. നിസ്സാര കാര്യം. മുനീർ ജനിച്ച ദിവസം പറ, ഞമ്മടെ മാസം. സബർ 14 88. എന്താ ദർവേശേ? എന്റെ ജിന്നും ഞമ്മളും ഇങ്ങടെ കൂടെ തന്നെ ഉണ്ട് റൗലത്തെ. മുനീർ ഓനൊരു വല്ലാത്ത പടപ്പ. ഇപ്പൊ ഓനെ കൊണ്ട് മുഹബത്തിലായ പെണ്ണിനെ നിക്കാഹ് കഴിപ്പിക്കുന്നതാ ബുദ്ധി. കൽബ് കലക്കാതെ ഒന്ന് തെളിച്ചു പറയണ്ട ദർവേശേ. മുനീറിന് 2 കെട്ടാനുള്ള വിധിയുണ്ട്. പക്ഷേങ്കി ആദ്യത്തെ കെട്ടിയോൾക്ക് 3 മാസം ആയുസുള്ളൂ. ഓളുടെ കുറ്റം അല്ല, മുനീറിന്റെ ജന്മദോഷം. കണക്ക് പേക്കൂല്ല റൗലത്തെ. ഓളും മയ്യത്തായ പിന്നെ മുനീറിന്റെ 2ാം കെട്ടല്ലേ. അപ്പൊ ഇങ്ങടെ മോളുടെ കാര്യം പറയണം. ഹാജി 100 വട്ടം സമ്മതിക്കും. വിഷമം വരുമ്പോ നമ്മൾ ഓടി വരുന്നത് ഇങ്ങോട്ടാ. ദർവേശൻ നമ്മളെ കൈവിടില്ലെന്ന് ഞമ്മക്കറിയാം. ഞമ്മളല്ല, എല്ലാം ജിന്നിന്റെ ഹിമ്മത്താണ്. എല്ലാം ജിന്നിന്റെ ഹിമ്മത്താണ്. ഞാൻ ബാപ്പാനോടെല്ലാം പറയാൻ പോവാ. തല്ലണെങ്കിൽ തല്ലട്ടെ, കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. ആഹാ, ഇതാണല്ലേ ഉസ്ന. മോൻ പറഞ്ഞ പോലെ കൂരി തന്നെ. മോൻ അമ്മായിയുടെ ആദ്യമായിട്ടൊരു സഹായം ചോദിച്ചല്ലേ, അത് തരേണ്ടത് ഒരമ്മായിയുടെ കടമയല്ലേ? ബാപ്പാനോട് അമ്മായി സംസാരിച്ചു. ആദ്യം കുറെ മൊഷടക്കി എടുത്തു, ഒടുക്കം സമ്മതിച്ചു. ഇറങ്ങി വാ. ചിട്ടവട്ടങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ആദ്യത്തെ സമ്മാനം അമ്മായിന്റെ വക. അല്ല,
ഇതെങ്ങോട്ടാ? അന്റെ ചെവിട് പൊട്ടിപ്പോയോ? ഈ എങ്ങോട്ടാന്ന്? ഹോസ്റ്റലിലോട്ട്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? പറയണോ ഞാൻ? ഉമ്മാനോട് പറയണോ? എന്തിനാണ് ഉമ്മ ഒന്നും ഇല്ലാതിരുന്ന എന്റെ മനസ്സിലേക്ക് പറഞ്ഞ മോഹത്തിന്റെ വിത്തിട്ടത്, കിനാവിന്റെ തിരി തെളിച്ചത്? ഞാൻ ഒരുപാട് പറഞ്ഞല്ലേ വേണ്ടാന്ന്. അതൊന്നും സാരമില്ല മോളെ. ഉമ്മ അങ്ങനെ പറയൂ. മറ്റുള്ളവരുടെ വേദന സങ്കടവും ഉമ്മാക്ക് പ്രശ്നമല്ലല്ലോ. ദേ, പറ്റിയത് പറ്റി. ഇനി കരഞ്ഞും പെയിഞ്ഞും വെറുതെ കോലം കളയണ്ട. ഉമ്മ ചെയ്യണതെല്ലാം മോക്കടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. അത് മോക്ക് പിന്നെ മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള ആയുസ് പഠിച്ചു എനിക്ക് തന്നില്ലെങ്കിലോ? മോളെ, ഇന്നലെ മുനീർഖാനും നിക്കാഹിന്റെ നേരത്ത് മരിക്കാൻ ഒരുപാട് കൊതിച്ചതാ. ആ കൊതി ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വേണ്ടതിനും പറയുന്നോളി ചെയ്താനെ. ഉമ്മനെ തോപ്പിക്കാൻ തന്നെ എന്റെ പുറപ്പാട് അല്ലടി. ഉമ്മാനെ തോപ്പിക്കാൻ ഈ ദുനിയയിൽ ആർക്കെങ്കിലും പറ്റോ? അതിന് ഉമ്മ സമ്മതിക്കൂ? പണക്കാരായിട്ട് ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്. അതിൽ ആരുടെ കൽപ്പ ഞാൻ കീഴടക്കേണ്ടത്? ഉമ്മ അറിയിച്ചാ മതി, ഞാൻ വരാം. ആ മോളെ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ജന പഠിപ്പിക്കണ്ട. എന്റെ മരുമോള് കയറി വരുമ്പോ ഞമ്മള് തലയും കുത്തി നിൽക്കണ. അതല്ല ഞമ്മള് പറഞ്ഞത്. ഒന്നും പറയണ്ടീ. പറയാൻ ഇജ്ജ് വളർന്നിട്ടില്ല. ഹസനാജിന്റെ പണവും പ്രതാപവും കണ്ട് മാത്രം ഓനെ പാട്ടിലാക്കിയ ഇബലീസാണ് അവള്. ഓളുടെ മോന്ത നമുക്ക് കാണണ്ട. ഞമ്മടെ മുമ്പിൽ വരാതെ സൂക്ഷിക്കാൻ പറഞ്ഞേരും ഓനോടും ഓളോടും. റബ്ബുൽ തമ്പുരാനെ, എന്റെ മക്കളെ കാത്തോളേ. അവിടെ ചെന്നിട്ട് ബാപ്പാനും ഉമ്മാനൊക്കെ ശരിക്കും നോക്കണം. ശരി ഉമ്മ. ഓക്കേടാ മോനെ, അപ്പൊ പോയിട്ട് വരാം. പോയിട്ട് മൻസൂറേ, ശരി മോനെ. അപ്പൊ ഇജ്ജ് റെഡിയല്ലേ വാപ്പുട്ടി? എന്തിന്? നമ്മുടെ മോളെ നിക്കാതെ കഴിക്കാൻ. നിങ്ങൾ അധികം കളിച്ചാലോ കാക്ക. നിങ്ങളെ കബർ വിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരും. പറഞ്ഞേക്കാട്ടാ, നിങ്ങൾ മാറി എന്താളി വണ്ടി എടുക്കട്ടെ. നല്ല കണക്കായി. ഹുസ്ന നല്ല രസിയത്തിയാ. ഇതിന് ഭർത്താനം കേട്ട ചിരി വരും. തമാശയും ചിരിയൊന്നും വേണ്ട കേട്ടോ. മാമാക്കൊന്നും പിടിക്കൂല. മൂക്കത്ത് അരിശം. മുണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ അവരോർക്ക് കൊള്ളാം. ബാപ്പാക്ക മുറിയിലിരുന്ന തീറ്റയും കൂടി ഇങ്ങോട്ട് വരൂല. ഇനി മുതല് ബാപ്പ ഇവിടെ ഇരുന്ന് തിന്നാ മതി. അതാണ് ബർക്കത്ത്. ചായ മാത്രം മുറിയിൽ എത്തിക്കാം. ഉമ്മ പേടിക്കണ്ടെന്നേ. ബാപ്പാനെ മയക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ശരിയാവൂല, ഇത് ശരിയാവൂല. എല്ലാവരെയും മാമാന്റെ ചീത്ത കേൾപ്പിച്ച് ഈ പെണ്ണടങ്ങൂ. കണ്ട ബലാലിനെ എന്റെ മുറിയിലേക്ക് വിടരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പോയി കിടക്കണ അവള്?
ഇപ്പൊ എന്തായി? ചെല്ല്, ബെക്കം ചെല്ല്. മാമാനെ മയക്കാൻ പോയിട്ട് ഭയക്കം കേട്ട് പോന്നില്ലേ? മുനീറിനെ മയക്കെടുത്ത പോലെ മാമാനെ മയക്കെടുക്കാൻ കഴിയില്ലട്ടോ. എന്നാലേ ഈ കൊള്ളാലോ അച്ഛേ. പുതിയപ്പളമാരുടെ ബാപ്പമാര് വഴക്കു പറഞ്ഞ ഞാനായിരുന്നേ കരച്ചിലോട് കരച്ചിലായേനെ. ആ കരച്ചില് സഹിക്കാഞ്ഞിട്ടാണോ ഇത്താത്തയുടെ പുയ്യാപ്പള ഗൾഫിലേക്ക് പോയത്? നമ്മളൊരു ബൈക്ക് ഇറങ്ങുമ്പോ കണ്ട ബലാ മുസീബത്തൊന്നും കൺമുമ്പിൽ ഉണ്ടാവരുന്ന് അന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. ബാപ്പാന്റെ സ്വഭാവം നമുക്കറിഞ്ഞൂടെ? മരുന്ന് കഴിച്ചിട്ടും കുറവില്ലല്ലോ റബ്ബേ. ഒന്ന് ആവി പിടിച്ചു നോക്കാം. ചിത്തിരി വെള്ളം തിളപ്പിക്കേ. എന്താ മോളിത്? തിളപ്പിച്ച വെള്ളം. ആവി കൊണ്ട ബാപ്പാന്റെ ചുമ പെട്ടെന്ന് മാറിയമ്മ. മോള് ബാപ്പാന്റെ കൽബ് വായിച്ച? എന്റെ പൊന്നെ, വിശന്ന് കൊടല് കരിയണ്. ഈ മുനീർ എവിടെയാണ്? ഞാനിവിടെ ഉണ്ടടാ. ആ വാ. ഇതൊക്കെ ഉണ്ടാവും. മേശപ്പുറത്ത് നിരത്താനാ തിരക്ക്. നേരത്തെ കാലത്ത് മാമായിക്ക് വല്ലതും കൊടുക്കണമെന്നുള്ള വിചാരം ഇല്ലാണ്ടായി. മോനെ നൂറേ, ഉമ്മ ഇത് മാമായിക്ക് കൊടുത്തിട്ട് ഇപ്പ കേട്ടോ. വേണ്ട, അവിടെ വെച്ചാ മതി. ഇരിക്കേ എല്ലാരും ഇരിക്കേ. ഇനി ഞമ്മക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതാണ് റാഹത്ത്, അല്ലേ മോളെ? മോളിരിക്കേ, ആമിനായിരിക്കേ. അല്ല നിങ്ങളോടപ്പാ എന്തേ? ഞമ്മളെന്റെ പുയ്യാപ്പിളുണ്ട്. ഇരിക്കേ. അവിടെയല്ലേ ഇവിടെ കുത്തിയിരിക്കണേ. ഇരിക്കും മോളെ. മടിച്ചു കണ്ട് വിളമ്പ്. ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ വിളമ്പാൻ പാപ്പ. ഇത്തത്തെ ഇരിക്കേ. മാമ ആകെ മാറിപ്പോയി കൊച്ചുമ്മ. ഇപ്പൊ എപ്പോഴും കേക്കാം ചിരിയും തമാശയും കിസേ. ഏത് നേരത്തെ ഇപ്പൊ അവള് മതി. മോളെ നെറ്റിച്ചല്ല വിളിക്കണത്. ഒക്കെ നിക്കും ചുമലത്തെ വൈകാതെ പൊട്ടിച്ചിരി ചങ്കലക്കണ കരച്ചിലാകും. ഈ കണ്ടോ?
തങ്ങളും മൗലവിയൊന്നും വേണ്ട ബാപ്പ. ബാപ്പ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി. ഞമ്മളാ ഓരോ പുതിയ സ്ഥാപനം തുടങ്ങുമ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബാപ്പാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ. പക്ഷേ ബാപ്പ മോനെ ഒരുപാട് അകറ്റി നിർത്തിയല്ലേ, അതൊരു ഹാല്. പണത്തിന്റെ ഹുങ്ക് കണ്ണു തുറപ്പിച്ചത് എന്റെ മോള. എത്ര വെറുത്തു, എത്ര ആട്ടി, എന്നിട്ടും പാവം കുട്ടി. പണവും ഖുറൈശി തറവാട് നോക്കി പോയിരുന്നെങ്കിൽ കിട്ടുന്നത് കരിന്തിരിയാവും. മോൻ കൊണ്ടുവന്ന് വിളക്ക, നിറദീപം. അത് പടച്ചോൻ കിടത്താതിരുന്നാ മതിയായിരുന്നു. അല്ല എപ്പോ? എന്റെ റബ്ബേ, ഇപ്പൊ തന്നെ വരാം. ദർവേഷേ, നമ്മ ജയിച്ചു ദർവേഷേ. ഉഷ്ണ മയ്യത്തായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് ഫോൺ വന്നു. എന്റെ റബ്ബേ. ഹലോ, എപ്പോഴാ മോളെ സംഭവം? പറ, എപ്പോഴാ? ഞാൻ കുളിമുറിയിലായിരുന്നു കൊച്ചുമ്മ. നിലവിളിയും ബഹളവും ഒക്കെ കേട്ടു. ഞാൻ വന്നപ്പോഴത്തേനും കൊണ്ടുപോയിരുന്നു. ആണോ? മുനീറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഹുസ്ന തലയിട്ട് വീണു, പേടിച്ചു പോയി. ഓക്ക് പൊളി തെറ്റിയതാ. അതെ പെങ്ങളെ, ഞമ്മളൊരു ഉപ്പാപ്പയാവുമ്പോണ്. ആജി ഹസൻ ഉപ്പാപ്പ. എല്ലാരും വരും. ഒടുക്കം പേച്ചു തുടങ്ങിയോ ദർവേഷേ? ചെയ്യണ ചെയ്തും പറയണ പയക്കവും അച്ചിട്ടായി തീർന്ന നിങ്ങളും തോറ്റു തുന്നും പാടി തുടങ്ങിയോ? അതോ വിളിച്ചാ വിളിപ്പുറത്ത് ചേർന്ന ജിന്ന് നിങ്ങളെ ചതിച്ചു തുടങ്ങിയോ? വിശ്വസിക്കുന്നവൻ ചതിക്കുന്നവനല്ല ദർവേഷ്. ഇങ്ങ ബേജാറാവണ്ടേരി. ഓന്റെ ബീവിയായി ഇങ്ങടെ മോളവിടെ എത്തിയാ പോരെ. അതിനുള്ള മാർഗം ഞമ്മക്കറിയാം. പക്ഷേ ഇനി പേക്കാതിരിക്കാൻ ഇങ്ങടെ സഹായം ഞമ്മക്ക് വേണം. മോളിനി ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നാ മതി. എന്താ അമിന? മുനീർ ഇച്ചിരി നേരത്തെ പോരട്ടെ. ഓന്റെ തോണ എപ്പോഴും വേണ്ട സമയനാണ്. മോളെ അമ്മായി, അമ്മ ഇങ്ങോട്ട് പോകും. ഇവിടെ ആർക്കാ മോളെ നോക്കാൻ നേരം കാലമൊക്കെ? നന്നായി പെങ്ങളെ, ഇപ്പഴാ എന്റെ മനസ്സൊന്ന് ഇരുന്നത്. പെറാനല്ലാതെ പേരെടുക്കാനും പള്ളേലുള്ളവരെ നോക്കാനും ആമനിക്കുണ്ട ബെബരം. ഈ സന്തോഷം ഞാൻ ഇല്ലാണ്ടാക്കാം. ഗർഭം പേറാൻ കണ്ടൊരു സമയം. നേരം പാലിന് പാല്, മരുന്നിന് മരുന്ന്, തീറ്റയ്ക്ക് തീറ്റ. പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞു. ജുമീലത്തെ,
തുടങ്ങി. ദേ വന്നു മാമ. ചൂടാ, ആറിയിട്ട് കൊടുക്കണമെന്നാ കൽപ്പന. ഇരിക്കട്ടെ. പഠിച്ചോനെ, ഓ രക്ഷപ്പെട്ടു. കൊച്ചനൊന്നും പറ്റില്ലല്ലോ. റൗലത്ത് വിഷമിക്കണ്ട. ഇതിപ്പോ ഞമ്മടെയും കൂടി ആവശ്യമാണ്. ഇനി ഞമ്മക്ക് പെയക്കൂല്ല റൗലത്തെ. ഇറങ്ങണം, അങ്ങോട്ട് ഇറങ്ങണം. നടക്കട ശൈത്താനെ. കരയെടുത്ത് ഹസനാജിക്ക് മർഹബ. നിങ്ങളെ തേടി വരുന്ന ഞമ്മക്കറിയായിരുന്നു. പരമകാരുണ്യവാനായ അള്ളാഹുവിനേക്കാൾ വലുത് ജിന്നും ശൈത്താനുമാണെന്ന് വിശ്വസിക്കുന്ന അറാം പറഞ്ഞോനെ ഒരുത്തന്റെ കയ്യിൽ കടാരയും കൊടുത്ത് നിന്റെ കുടുംബത്തിലേക്ക് വിടാൻ അനക്കെങ്ങനെ ധൈര്യം വന്നടാ? അങ്ങോട്ട് മാറിക്കണം. പിഴച്ചവനാണെന്ന് എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്ത മുനാഫിക്കളുടെ മുമ്പിൽ ഇന്നത്തോടെ അന്റെ ചെമ്പ് തെളിയും. അന്റെ ഒടുക്കത്തെ സിഗർ അസ്മാവും വസൂരിപ്പറ്റയും ഇന്നത്തോടെ തീർന്നടാ. പോലീസ് ഇപ്പൊ എത്തും. ഇവിടെ മാത്രമല്ല ഹാജിയാര്, ഇങ്ങടെ വീട്ടിലും വരും പോലീസ്. ഇങ്ങടെ പുന്നാര പെങ്ങള് റൗലത്ത് ബീവി ഓളാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. എന്തേ മുണ്ടാത്തത്? തൊണ്ടക്കുയിലെ വെള്ള ആവിയായി പോയാ. സ്വന്തം പെങ്ങൾ ഹസനാജി പോലീസിന് എറിഞ്ഞു കൊടുക്കോ? കൊടുത്താൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തറവാടിത്തം ബും അയച്ചു വിടടാ. ജയിച്ചു എന്ന് കരുതേണ്ട ദർവേശേ. ബാപ്പാന്റെ പെങ്ങളുടെ പേര് പറഞ്ഞ് പോലീസിന് തടയാനേ തനിക്ക് കഴിയൂ. സത്യം തിരിച്ചറിഞ്ഞ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലടോ. ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെയും തന്റെ ഈ ശീമപ്പന്തിയെയും ഈ നാട്ടിൽ നിന്ന് ഞാൻ കെട്ടുകെട്ടിക്കും. കരയെടുത്ത് ഹസൻ ഹാജിയുടെ മോൻ മുനീറാണ് ഈ പറയുന്നത്. എന്താടാ അന്റെ കൊലച്ചിരി നിന്നോയാ? നിന്റെ മോൻ ബെർബാക്ക് പറയൂല. എന്നെ കൊല്ലല്ലേന്ന് കാറി വിളിച്ച് നെട്ടോട്ടോടുകൂടെ പന്നി വെടക്കുസേ. അക്കാര്യം ഞങ്ങളെ രാജ്യാരെ മുനീറേ, മോൻ ബാപ്പാനെയും കൊണ്ട് വീട്ടിലേക്ക് പൊക്കോ.
ദർവേശിന്റെ പരവശം ഞങ്ങള് തീർത്തോളാം. വാ മക്കളെ. ദർവേഷേ, താൻ ഓടുമ്പോ തന്നെ ജിന്നിനെ താൻ നോക്കണ്ടാട്ടോ. പുള്ളി മുന്നേ ഓടിയിട്ടുണ്ടാവും, രക്ഷപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കള്ള ഹിമാറ്. ഇറങ്ങി ഹിമാറ്. ഇനി പടിയാ എന്റെ കാലി നമ്മള് തല്ലി ഓടിക്കും. ജനരോഷം ഭയന്ന് നാട് വിട്ടോടിയ ദർവേശിന്റെ സ്ഥാനത്ത് ഇപ്പോൾ അയാളുടെ മകൻ. അധർമ്മത്തിന്റെ പുതിയ അവതാരം ഇതിവിടെ അവസാനിക്കുന്നില്ല. റബ്ബില്ലാലമീനായ തമ്പുരാന് ഈ പുരയിലേക്ക് ആചാര് വന്നേക്കണം. നമ്മളെന്ത് കിനാവ് കാണാ? കിനാവല്ല ലിയാരെ, പണവും പ്രതാപവും ഒന്നും അല്ല ലിയാരെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കൽബിലകത്തെ സ്നേഹം അത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഉസ്നമോളാ. കേട്ടു വിവാത്തുത്ത, നിങ്ങളുടെ മോള് ഉസ്ന കാരണം നമ്മുടെ ആചാര്യം മനുഷ്യനായിന്ന്. അങ്ങനെയാണെങ്കിൽ ഉസ്നമോളെ ഒരാളെയും കൂടെ ശരിയാക്കാണ്ട് അതിന്റെ കായ എത്രയെന്ന് വെച്ചാൽ നമ്മൾ ചെലവാക്കും. മൂപ്പരെയും ഒരു മനുഷ്യനാക്കി കൂടെ.